ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങി പോവുകയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ, അവർക്കെതിരായ ചൂഷണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, സമത്വം, തുല്യത, ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് സ്ത്രീകൾ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറത്ത്, ഈ പോരാട്ടങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ മാതൃകയായ ഒരുപാട് വനിതകളുണ്ട്. അങ്ങനെ ഓർത്തെടുക്കേണ്ട പേരുകളിൽ ഒരു പ്രധാനപ്പെട്ട പേര് അന്ന മൽഹോത്ര. 1950 കാലഘട്ടം. IAS ഉദ്യോഗത്തെപ്പറ്റി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ പോലുമാകാത്ത കാലം. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ അവൾ ഉന്നത വിജയം നേടി. കേരളത്തിലെ പത്തനംതിട്ടയിൽ നിന്നുള്ള അന്നാരാജം ജോർജ്. അഭിമുഖത്തിന് മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന ഇന്റർവ്യൂ ബോർഡിന് കൗതുകം. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്നും ഉയരുമെന്ന് അന്ന പ്രതീക്ഷിച്ച അതേ ചോദ്യം. ഇത്രയും ഉത്തരവാദിത്വമുള്ള, വെല്ലുവിളികൾ നിറഞ്ഞ ജോലി ഒരു പെണ്ണായ തനിക്ക് സാധ്യമോ? പുരുഷനെ പോലെ അല്ലെങ്കിൽ പുരുഷനേക്കാൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള തനിക്ക് അത് നടപ്പിലാക്കാനും സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിന്റെ മറുപടിക്ക് ഫുൾമാർക്കിൽ കുറഞ്ഞൊന്നും നൽകാൻ ഇന്റർവ്യൂ ബോർഡിനാകുമായിരുന്നില്ല. വിവാഹിതയായാൽ ജോലി ഒഴിയണമെന്ന നിബന്ധനയോടെയായിരുന്നു ഉദ്യോഗം. പിന്നീട് കാലം ആ നിയമങ്ങൾ പൊളിച്ചെഴുതി. പതിറ്റാണ്ടുകൾ നീണ്ട ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയ നിമിഷങ്ങളെ അന്ന ഓർമ്മക്കുറിപ്പാക്കിയത് ഇങ്ങനെ. ഹുസൂരിൽ സബ് കളക്ടറായി ജോലി ചെയ്യുന്ന കാലം. വനിതാ IAS ഉദ്യോഗസ്ഥ. ഗ്രാമവാസികൾക്ക് കൗതുകവും അമ്പരപ്പുമായിരുന്നു, ചിലർക്ക് മുഖം ചുളിക്കലും. ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് തന്നെ കാണണം എന്ന് ആഗ്രഹം. കളക്ടറേറ്റിലെ കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂട്ടത്തിൽ പ്രായം ചെന്ന വൃദ്ധയായ സ്ത്രീ അടക്കം പറഞ്ഞു, ഓ, ഇവളെ കാണാനാണോ നമ്മൾ വന്നത്? ഇവൾക്കെന്താണ് പ്രത്യേകത? നമ്മളെപ്പോലെ ഒരു സാധാരണ സ്ത്രീ. ആ അടക്കം പറച്ചിൽ കേട്ട അന്ന കാണാനെത്തിയ പെൺകൂട്ടത്തെ തിരികെ വിളിച്ചു. അമ്മ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്. എനിക്ക് ഇങ്ങനെയാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പാഴാക്കിക്കളഞ്ഞ എത്രയോ വർഷങ്ങളെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ആദ്യത്തെ വനിതാ IAS ഓഫീസർ മത്സര പരീക്ഷകളിലെ ഉത്തരത്തിനായി മനഃപ്പാടമാക്കി വെക്കേണ്ട ഒരു പേര് മാത്രമല്ല. അവർ അന്നു പറഞ്ഞ ആ വാക്കുകൾ സമൂഹം ഇന്നും ഓർത്തുകൊണ്ടേയിരിക്കണം. പാഴാക്കിക്കളയാനുള്ളതല്ല ഒരു പെൺജീവിതവും. ന്യൂസ് ഡെസ്ക്, News 18. സ്ത്രീകൾ